ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് സുചീന്ദ്രം ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ആ ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോഴുള്ള ആദ്യത്തെ ആ ഒരു ആർച്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈഡിലായിട്ട് രണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. പിന്നെ അത് ഒരു ആറ് കാണാം. സത്യം പറഞ്ഞാൽ ഇവിടെ കാണാൻ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് നടക്കുന്ന ആ ഒരു വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് മാത്രമല്ല, തൊട്ട് ഫ്രണ്ടിലൊക്കെ പോകുന്ന ആളുകൾ നമ്മളോട് ബസ് ഇറങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിനകത്തോട്ട്, അതായത് ക്ഷേത്രത്തിലോട്ട് പോണ വഴിക്ക് തന്നെ സൈഡിൽ ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആ ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ ആ ഒരു സൈഡിലിരിക്കുന്ന ഒരു ആർച്ചാണിത്. അപ്പോൾ ഈ ഒരു ആർച്ച് അത് കഴിഞ്ഞിട്ട് ഈ ആർച്ചിൻ്റെ തൊട്ടടുത്തോട്ട് തന്നെയാണ് ആ ഒരു കുളം. പിന്നെ ആ കുളത്തിൻ്റെ നടുക്കായിട്ടൊരു കൽമണ്ഡപമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു കുളം കാണാൻ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഈവനിങ് ടൈം അല്ലേ, ഒരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ് ഇവിടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ കുളത്തിൽ മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാനും ചേട്ടനും കൂടി ഇവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈഡിൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടകളും, പിന്നെ ഇത് ആ കാണുന്ന ഗോപുരമാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു വലിയ ഗോപുരം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്ഷേത്രത്തിലോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിലോട്ട് നടന്ന് പോയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ചേട്ടനെ കാണാമല്ലോ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ കുളത്തിൻ്റെ അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു സൈഡിലെ കടകളും ഒക്കെ കണ്ട് നമുക്ക് നേരെ ക്ഷേത്രത്തിലോട്ട് പോകാം. ഈ ഒരു അമ്പലം തുറക്കുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. പിന്നെ ഇത് തേരിരിക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ ഇതാണ് അമ്പലത്തിലെ ഫ്രണ്ട്, ആ ഒരു നടയിലോട്ട് കയറുന്നതിന് മുമ്പുള്ള ഫ്രണ്ട് എൻട്രൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ സുചീന്ദ്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു അമ്പലത്തിനെ സ്ഥാണുമലയ പെരുമാൾ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോഴത്തേക്ക് ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ സങ്കല്പിച്ചുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രാധാന്യം നമ്മുടെ ശിവനാണ്. പിന്നെ അതുകഴിഞ്ഞിട്ട് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു സുചീന്ദ്രൻ ടെമ്പിൾ. വൈകുന്നേരം 4 മണിക്കാണ് ഈ ഒരു ക്ഷേത്രം തുറക്കുന്നത്. അപ്പം ക്ഷേത്രം തുറന്നിട്ട് നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ക്ഷേത്രത്തിനകത്തുള്ള ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ആ ക്ഷേത്രത്തിലെ ഫ്രണ്ട് ഗേറ്റ്. അപ്പോൾ ആളുകളൊക്കെ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി നേരത്തെ വന്നിരിക്കുകയാണ്. അപ്പോൾ 4 മണി ആയാലേ തുറക്കത്തുള്ളൂ. അപ്പം ഇത് നമ്മുടെ ക്ഷേത്രത്തിലെ ആ ഗോപുരമാണ്. ഗോപുരത്തിൻ്റെ ആ ഫ്രണ്ട് ഇതാണ് കാണുന്നത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ആ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ നട തുറക്കുന്നത് കാത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ക്ഷേത്ര പരിസരത്തുള്ള ആ ഒരു വ്യൂ ഒക്കെയാണ് ഇതായി കാണുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും കന്യാകുമാരി ബീച്ച് സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ് നമ്മുടെ വിവേകാനന്ദ റോക്ക്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.